topic is types of estimation. പലതരത്തിലുള്ള എസ്റ്റിമേഷൻസ്. എസ്റ്റിമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പോത്തിസിസ്, അതായത് അൺപ്രൂവ്ഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ പ്രൂവ്ഡ് ആയിട്ട് കണ്ടെത്താനുള്ള ഒരു മെത്തേഡാണ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാനമായും രണ്ട് ടൈപ്സ് ആണുള്ളത്. ഒന്ന് പോയിന്റ് എസ്റ്റിമേഷനും രണ്ടാമത് ഇൻ്റർവൽ എസ്റ്റിമേഷൻ. ആദ്യമേ നമുക്ക് നോക്കാം പോയിന്റ് എസ്റ്റിമേഷൻ എന്താണ്. The point estimation are functions that are used to obtain a single value which is a best guess of the parameters of interest. Parameters of interest എന്ന് പറയുമ്പോൾ അഥവാ പോയിന്റ് എസ്റ്റിമേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പാരാമീറ്റേഴ്സ് അല്ലെ ഒരു ഗിവൺ സീരീസ് നോക്കുമ്പോൾ അതിൽ നിന്ന് ഒരു സിംഗിൾ വാല്യൂ നമുക്ക് കിട്ടുന്നു. അല്ലെ അതിന് ബെസ്റ്റ് ആയിട്ടുള്ളൊരു വാല്യൂ എന്ന് പറയുന്നത്, ഒരു മെത്തേഡ് എടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് ഒറ്റൊരു വാല്യൂവിൽ മാത്രം എടുക്കും. അതിപ്പം നമ്മൾ കുറേ ഒരു ആപ്പിൾ ഇരിക്കുന്നത് വെച്ചാൽ ആപ്പിളിൻ്റെ പാക്കറ്റ് ഇരിക്കുന്നു, അതൊരു പാരാമീറ്റർ ആയിട്ട് കണക്കാം. ആപ്പിളിൻ്റെ പാക്കറ്റ് ഇരിക്കുന്നു, അപ്പം നമ്മൾ അതിൽ ഏറ്റവും ബെസ്റ്റ് ആപ്പിൾ ഒരാപ്പിളല്ലേ എടുക്കൂ, ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആപ്പിൾ എടുക്കുന്നു. അപ്പം അങ്ങനെ എടുക്കുന്ന ആ ഒരു ഒറ്റ ഇതിനെ, അതായത് ആപ്പിളിൻ്റെ പാക്കിങ് നമ്മൾ പാരാമീറ്റർ ആയിട്ട് പറയുമ്പോൾ ആ പാരാമീറ്ററിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ളൊരു സിംഗിൾ വാല്യൂവിനെ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നുവെങ്കിൽ അതിനെ പോയിന്റ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നു. പേര് പറയുന്നത് ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ ഒറ്റ പോയിന്റ്, സിംഗിൾ വാല്യൂ. അവിടെ ഇപ്പം നമ്മൾ റിയൽ നമ്പർ സിസ്റ്റം നോക്കുമ്പോൾ തന്നെ 1 മുതൽ 5 വരെ നോക്കുന്നു, ഇതിൽ ഒരു വാല്യൂവിനെ മാത്രം നമ്മൾ എടുക്കും. ആ ഒരു മെത്തേഡിനെയാണ് പോയിന്റ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. The common methods of finding point estimates, method of moment, maximum likelihood estimate. ഈ ഒരു മെത്തേഡ്, അതായത് പോയിന്റ് എസ്റ്റിമേഷൻ എന്ന് പറയുന്ന മെത്തേഡ് കണ്ടുപിടിക്കാൻ പ്രധാനമായും രണ്ട് മെത്തേഡാണ്. ഒന്ന് മെത്തേഡ് ഓഫ് മൊമെൻറ്റും മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്ററുമാണ് ഉള്ളത്. Interval estimation. In statistics, interval estimation is the use of sample data to calculate an interval of possible values of an unknown population parameter. അതായത് നമുക്കറിയാത്തൊരു പോപ്പുലേഷൻ പാരാമീറ്ററിൻ്റെ വാല്യൂസ്, പോസിബിൾ സാധ്യതയുള്ള വാല്യൂസ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നു ഒരു സാമ്പിൾ ഡേറ്റയാണ്. ആ ഒരു മെത്തേഡ്, സ്റ്റാറ്റിസ്റ്റിക് മെത്തേഡിനാണ് ഇൻ്റർവൽ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പോസിബിൾ വാല്യൂസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 1 മുതൽ 20 വരെ വാല്യൂസ് ഉണ്ടെന്ന് വിചാരിച്ചു, നമ്പർ എഴുതി 1 മുതൽ 20 വരെ നമ്പർ ലൈനിലുണ്ടെന്ന് പറയുന്നു. അപ്പം ഇതിൽ നമുക്കറിയില്ല ഒരു എസ്റ്റിമേഷൻ എടുക്കുമ്പോൾ എത്ര നമുക്ക് പറയാൻ സാധിക്കും. 1-നും 20-നും ഇടയിലായിരിക്കും ഈ ഒരു വാല്യൂ നമുക്ക് കിട്ടുന്നത് എന്ന് പറയുകയാണെങ്കിൽ ഇതൊരു ഇൻ്റർവൽ എസ്റ്റിമേഷൻ. നമ്മൾ ഇൻ്റർവൽ കൊടുക്കുന്നുണ്ട്, 1-ഉം 20-ഉമാണ് ഫസ്റ്റ് ഇൻ്റർവ്യൂ. ആ ഒരു ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും എന്ന് പറയുന്നത് 1-ഉം 20-ഉമാണ്. അപ്പോൾ ആ ഒരു ഇൻ്റർവൽ, ഒരു ഗ്യാപ്പ്, ഒരു നല്ലൊരു, നമുക്ക് പറയാൻ പറ്റില്ല ഇതിലേത് വാല്യൂ വേണമെങ്കിലും നമുക്കാവാൻ ഇതിനിടയിലുള്ളൊരു ഗുഡ് വാല്യൂ എന്ന് പറയുന്നത്. കുറേ സാധനങ്ങൾ ഇപ്പം നമുക്ക് തന്നെ ഒരു എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെ വില പറയുകയെന്ന് പറയുമ്പോൾ, ഒരു കാറിൻ്റെ ഒരു വില പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കാണിച്ചിട്ട് പറയും ഈ കാറിൻ്റെ വില എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഇതൊരു 1,00,000-നും 10,00,000-നും ഇടയിലായിരിക്കും എന്ന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യും. അങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ നമുക്ക് കുറേ ഒരു പ്രോഗ്രാംസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഒരു ഇൻ്റർവെൽ നമ്മൾ പറയുന്നുണ്ട്, അതാണ് ഒരു ഇൻ്റർവെൽ എസ്റ്റിമേഷൻ എന്ന് പറയും. The object is to obtain interval within which the true value of the parameter may be said to lie with some given level of probability. അത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഗിവൺ ലെവൽ, തന്നിരിക്കുന്ന ലെവൽ ഓഫ് പ്രോബബിലിറ്റിയിൽ നിന്ന് പാരാമീറ്ററിൻ്റെ ട്രൂ വാല്യൂ, യഥാർത്ഥ വാല്യൂ ആ ഇൻ്റർവെലിനുള്ളിൽ തന്നെ കിടപ്പുണ്ട്. അത് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇൻ്റർവെലായിട്ട് പറയുന്നത്. നമുക്ക് കറക്റ്റ് അറിയണം, പക്ഷേ ഇതിനിടയിൽ തീർച്ചയായും ഉണ്ടെന്ന് നമുക്കറിയാം. ഇറ്റ് എക്സ്പ്രസ് ദ കോൺഫിഡൻസ് വി ഹാവ് ദാറ്റ് വാല്യൂ ലൈസ് വിത്തിൻ സ്റ്റിപ്പുലേറ്റഡ് റേഞ്ച്. നമുക്കറിയാം ഇതിനിടയിൽ തന്നെ തീർച്ചയായും ഉണ്ട്. ഇന്റർവൽ എസ്റ്റിമേഷൻ, നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക് ഇന്റർവൽ എസ്റ്റിമേഷൻ ഈസ് ദ യൂസ് ഓഫ് സാമ്പിൾ ഡേറ്റ എന്ന് പറയാം to calculate an interval of possible values of an unknown population. അതായത് നമുക്കറിയാത്തൊരു പോപ്പുലേഷൻ പോസിബിൾ സാധ്യതയുള്ള വാല്യൂസ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യും.
മെത്തേഡ്, ആ ഒരു മെത്തേഡ് കാറിന്റെ വില തന്നെ ഒരു പർട്ടിക്കുലർ വാല്യൂ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും 1 മുതൽ അല്ലെ നമ്മൾ ജസ്റ്റ് ഒരു 20 വരെ നമ്മൾ വെറുതെ പറയുന്നു 1 lakh നമ്പർ എഴുതി പക്ഷെ ഒരു ഇതിൽ നമുക്കറിയില്ല ഒരു എസ്റ്റിമേഷൻ എടുക്കുമ്പോൾ എത്ര നമുക്ക് പറയാൻ സാധിക്കും 1-നും 20-നും ഇടയിലായിരിക്കും ഈ ഒരു വാല്യൂ നമുക്ക് കിട്ടുന്നത് എന്ന് പറയുകയാണെങ്കിൽ ഇതൊരു ഇൻ്റർവൽ എസ്റ്റിമേഷൻ. നമ്മൾ ഇൻ്റർവൽ കൊടുക്കുന്നുണ്ട് 1-ഉം 20-ഉമാണ് ഫസ്റ്റ് ഇൻ്റർവൽ. ആ ഒരു ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും എന്ന് പറയുന്നത് 1-ഉം 20-ഉമാണ്. അപ്പോൾ ആ ഒരു ഇൻ്റർവൽ, ഒരു ഗ്യാപ്പ്, ഒരു നല്ലൊരു നമുക്ക് പറയാൻ പറ്റില്ല ഇതിൽ ഏത് വാല്യൂ വേണമെങ്കിലും നമുക്കാവാൻ ഇതിനിടയിലുള്ളൊരു ഗുഡ് വാല്യൂ എന്ന് പറയുന്നത്. കുറേ സാധനങ്ങൾ ഇപ്പം നമുക്ക് തന്നെ ഒരു എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെ വില പറയാന്ന് പറയുമ്പോൾ ഒരു കാറിൻ്റെ ഒരു വില പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞ് നമ്മളെ കാണിച്ചിട്ട് പറയും ഈ കാറിൻ്റെ വില എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഇതൊരു 1 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിലായിരിക്കും എന്ന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യും. അങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ നമുക്ക് കുറേ ഒരു പ്രോഗ്രാംസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഒരു ഇൻ്റർവെൽ നമ്മൾ പറയുന്നുണ്ട്, അതാണ് ഒരു ഇൻ്റർവെൽ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. The object is to obtain interval within which the true value of the parameter may be said to lie with some given level of probability. അത് നമ്മൾ പറഞ്ഞിരിക്കുന്ന given level, തന്നിരിക്കുന്ന level of probability നിന്ന് പാരാമീറ്ററിന്റെ ട്രൂ വാല്യൂ, യഥാർത്ഥ വാല്യൂ ആ ഇൻ്റർവെലിനുള്ളിൽ തന്നെ കിടപ്പുണ്ട്. അത് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇൻ്റർവെലായിട്ട് പറയുന്നത്. നമുക്ക് കറക്റ്റ് അറിയണം, പക്ഷേ ഇതിനിടയിൽ തീർച്ചയായും ഉണ്ടെന്ന് നമുക്കറിയാം. ഇറ്റ് എക്സ്പ്രസ് ദ കോൺഫിഡൻസ് വി ഹാവ് ദാറ്റ് വാല്യൂ ലൈസ് വിത്തിൻ സ്റ്റിപ്പുലേറ്റഡ് റേഞ്ച്. നമുക്കറിയാം ഇതിനിടയിൽ തന്നെ തീർച്ചയായും ഉണ്ട്. അപ്പം നമുക്കൊരു കോൺഫിഡൻസ്, ഫുൾ കോൺഫിഡൻസ് എന്ന് പറയാം, ഇതിനിടയിൽ തന്നെ തീർച്ചയായും ഉണ്ട് എന്ന് പറയാം. ഹെൻസ് ദ ഇൻ്റർവെൽ, അതായത് ഇതിനൊരു കോൺഫിഡൻസ് നമുക്ക് നൽകുന്നു. ആ ഒരു ഇൻ്റർവെൽ പറയുന്നതോടെ നമുക്ക് ആ ഒരു വാല്യൂവിൻ്റെ കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നു. അതുകൊണ്ട് തന്നെ ഹെൻസ് ദ ഇൻ്റർവെൽ എസ്റ്റിമേഷൻ ഇസ് കോൾഡ് കോൺഫിഡൻസ് ഇൻ്റർവെൽ. ഇതിനെ കോൺഫിഡൻസ് ഇൻ്റർവെൽ എന്നും അറിയപ്പെടുന്നു. പക്ഷെ നമുക്കറിയാം പോയിന്റ് എസ്റ്റിമേഷനിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു പോയിന്റ് പർട്ടിക്കുലർ വാല്യൂ, ഒരു കാറിൻ്റെ വില തന്നെ ഒരു പർട്ടിക്കുലർ വാല്യൂ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. അല്ലെ നമ്മൾ ജസ്റ്റ് ഒരു സപ്പോസ് നമ്മൾ വെറുതെ പറയുന്നു 1 lakh എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ട്രൂ ആവുന്നില്ല. പക്ഷെ അപ്പോൾ എന്തിരുന്നാലും പോയിന്റ് എസ്റ്റിമേഷനെക്കാട്ടിലും നമുക്ക് ഒരു ക്ലിയറൻസ് കിട്ടുന്ന ഒരു ഗുഡ് എസ്റ്റിമേഷൻ നമുക്ക് പറയാൻ സാധിക്കുന്ന ഇൻ്റർവെൽ എസ്റ്റിമേഷൻ ആണ്. കാരണം നമുക്ക് തീർച്ചയായും പറയാൻ സാധിക്കും നമ്മൾ ഉദ്ദേശിച്ച ട്രൂ പാരാമീറ്ററിൻ്റെ വാല്യൂ, ട്രൂ വാല്യൂ ഓഫ് പാരാമീറ്റർ നമ്മൾ പറഞ്ഞ ആ ഒരു എസ്റ്റിമേഷനകത്തുണ്ട് എന്ന് തീർച്ചയായും നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ഒരു ക്ലിയറൻസ് നൽകാൻ സാധിക്കുന്ന ഒരു മെത്തേഡാണ് ഇൻ്റർവെൽ എസ്റ്റിമേഷൻ. അപ്പോൾ എന്തിരുന്നാലും പോയിന്റ് എസ്റ്റിമേഷനെക്കാട്ടിലും നമുക്ക് ഒരു ക്ലിയറൻസ് കിട്ടുന്ന ഒരു ഗുഡ് എസ്റ്റിമേഷൻ നമുക്ക് പറയാൻ സാധിക്കുന്ന ഇൻ്റർവെൽ എസ്റ്റിമേഷൻ ആണ്. കാരണം നമുക്ക് തീർച്ചയായും പറയാൻ സാധിക്കും നമ്മൾ ഉദ്ദേശിച്ച ട്രൂ പാരാമീറ്ററിൻ്റെ വാല്യൂ, ട്രൂ വാല്യൂ ഓഫ് പാരാമീറ്റർ നമ്മൾ പറഞ്ഞ ആ ഒരു എസ്റ്റിമേഷനകത്തുണ്ട് എന്ന് തീർച്ചയായും നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ഒരു ക്ലിയറൻസ് നൽകാൻ സാധിക്കുന്ന ഒരു മെത്തേഡാണ് ഇൻ്റർവെൽ എസ്റ്റിമേഷൻ. ഇത് പ്രധാനമായും 2 കാര്യമാണ്. ടൈപ്സ് ഓഫ് എസ്റ്റിമേഷൻ ആയിരുന്നു നോക്കിയത്. എസ്റ്റിമേഷൻ എല്ലാവർക്കും